വെൽക്കം ടു വേവ് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 6ലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 9th ചാപ്റ്റർ ആണ്. മധ്യകാല കേരളം എന്നതാണ് ഈ പാഠഭാഗത്തിന്റെ പേര് വരുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ ലാസ്റ്റ് 8 ചാപ്റ്റേഴ്സും ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. PSCക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ഫാക്ട്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ചാപ്റ്ററിന്റെ ഡിസ്കഷനിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ 2 ചാപ്റ്റേഴ്സ് ആയിട്ട് മധ്യകാലഘട്ടത്തിലെ ലോകത്തിലുണ്ടായ സവിശേഷതകളെ കുറിച്ചിട്ടും ഇന്ത്യയിലുണ്ടായ സവിശേഷതകളെ കുറിച്ചും പറയുകയുണ്ടായി. ഇനി മധ്യകാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടും അന്ന് ഇവിടെ നിലനിന്നിരുന്ന പല രീതികളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ നോക്കാം. CE 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെ പറ്റിയാണ് ഇപ്പൊ പറയുന്നത്. CE 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെ പറ്റി. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് കൂടുതൽ അറിവുകൾ തരുന്ന രേഖകളെയാണ് ചെപ്പേടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള ഒരു ചെപ്പേടിന്റെ എക്സാമ്പിൾ ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ജൂത ചെപ്പേടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചെപ്പേടുകൾ തന്നെ പല തരത്തിലുണ്ട് വരുന്നത്. അതായത് ചെമ്പ് തകിടിലെ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് ചെപ്പേടുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നാടുവാഴികൾ ഉണ്ടായിരുന്നല്ലോ, അവര് ക്ഷേത്രങ്ങൾക്കും അതുപോലെ കച്ചവട സംഘങ്ങൾക്കും ഒക്കെ ആയിട്ട് അധികാര രേഖകൾ ഉണ്ടായിരിക്കും. ഈ അധികാര രേഖകളൊക്കെ ചെപ്പേടുകളിലായിരുന്നു പ്രധാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഉദാഹരണത്തിനാണ് തെരിസാപ്പള്ളി ചെപ്പേട്, ഇപ്പൊ നമ്മൾ മുകളിൽ കണ്ട ജൂത ചെപ്പേട്. അതുപോലെ തന്നെ ചില ചെപ്പേടുകളിൽ ഈ നാടുവാഴികളുടെ ഭരണവർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ചെപ്പേടുകൾ എന്ന് മനസ്സിലായല്ലോ. ഇനി എന്തായിരിക്കും ആ ചെപ്പേടിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ലിപി എന്ന് പറയുന്നത്? വട്ടെഴുത്താണ് അതിൽ വരുന്നത്. വട്ടെഴുത്ത് എന്ന ലിപിയിലാണ് ഈ പറയുന്ന ചെപ്പേടുകൾ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ വരുന്ന വേറൊരു പോയിന്റ് ഇതാണ്. മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി 5 വണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് നേരത്തെ പറഞ്ഞ ജൂത ചെപ്പേടിൽ കണ്ടത്. അപ്പൊ മഹോദയപുരത്ത് അന്ന് മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്നത് ആരായിരുന്നു? ഭാസ്കര രവി എന്ന് പറയുന്ന ഭരണാധികാരിയായിരുന്നു. അപ്പൊ അദ്ദേഹം 5 വണ്ണം എന്ന് പറയുന്ന കച്ചവട സംഘത്തിന് കൊടുത്തതായിരുന്നു. ഇവിടെ ഈ നേരത്തെ നമ്മൾ കണ്ട ജൂത ചെപ്പേട് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടില്ല. ഇനിയാണ് പെരുമാറ്റത്തെ കുറിച്ച് പറയുന്നത്. കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിലെ മൂവേന്തന്മാരുടെ ഭരണമാണ് നിലനിന്നിരുന്നത്. നമ്മൾ അതിനെ കുറിച്ച് മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോ CE 9ാം നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വരികയാണ്. ഏത് കൊല്ലാണ് വരുന്നത്? CE 9ാം നൂറ്റാണ്ടിലാണ് വരുന്നത്. മഹോദയപുരം കേന്ദ്രമാക്കിയിട്ട് രാജഭരണം വരികയാണ്. അന്ന് അവിടുത്തെ രാജാക്കന്മാരെ പെരുമാക്കൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോ ഈ പറയുന്ന മഹോദയപുരം കേന്ദ്രമാക്കി വരുന്ന ഈ ഒരു രാജഭരണത്തിലെ അന്നത്തെ അവിടുത്തെ രാജാക്കന്മാരാരായിരുന്നു? പെരുമാക്കളായിരുന്നു. ഇപ്പൊ ഇന്നത്തെ കൊടുങ്ങല്ലൂരും അതുപോലെ സമീപ പ്രദേശങ്ങളുമാണ് അന്ന് ഈ മഹോദയപുരം എന്ന് അറിയപ്പെട്ടിരുന്നത്. പെരുമാക്കന്മാരെ ചേരൻ, ചേരമാർ തുടങ്ങിയ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. ഇപ്പൊ പെരുമാക്കന്മാരെ തന്നെ ചേരനെന്നും ചേരമാനെന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചില ഭരണാധികാരികളെ ഇതിൽ തന്നെ കുലശേഖരൻ എന്നും സ്ഥാനപ്പേര് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പെരുമാക്കന്മാരെ തന്നെയാണ് ചേരൻ എന്ന് പറഞ്ഞാലും ചേരമാൻ എന്ന് പറഞ്ഞാലും കുലശേഖരൻ എന്ന് പറഞ്ഞാലും എല്ലാം എന്ത് തന്നെയാണ്? പെരുമാക്കന്മാർ തന്നെയാണ്. ഇവരെ മഹോദയപുരം ആസ്ഥാനമാക്കിയിട്ട് രാജഭരണം നടത്തിയിരുന്ന ടീമാണ് ഈ പെരുമാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഈ പെരുമാൾ കാലത്തെ നാടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും വടക്ക് തുളുനാട് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് എന്ത് വരുന്നുണ്ട്? വേണാട് വരുന്നുണ്ട്. വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെ, തുളുനാട് അല്ല കേട്ടോ, വടക്ക് കോലത്ത് നാടാണ്. വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെ പെരുമാൾ ഭരണം വ്യാപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് ഈ പെരുമാൾ ഭരണം നടക്കുന്ന ഈ കാലഘട്ടത്തില് ധാരാളമായിട്ട് എന്തുണ്ടായിരുന്നു? കൃഷി വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ കാർഷിക ഗ്രാമങ്ങളില് ബ്രാഹ്മണർക്കായിരുന്നു കൂടുതൽ അധികാരം. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളായിരുന്നു അന്നത്തെ അധികാര കേന്ദ്രങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞല്ലോ, ബ്രാഹ്മണർക്കാണ് ഈ പറയുന്ന കൂടുതൽ അധികാരം. അവർക്ക് തന്നെയാണ് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം. ഈ ഭൂമിയിലെ നേരിട്ട് അധ്വാനിച്ചിരുന്നത് ആളടിയന്മാരായിരുന്നു. അങ്ങനെയാണ് അവരെ പറഞ്ഞിരുന്നത്. ഓക്കെയാണല്ലോ. പിന്നീട് ഈ ഗ്രാമങ്ങളിലെ കൃഷി കൂടാതെ മറ്റു തൊഴിൽ കൂട്ടങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. അങ്ങനെ കൃഷി വളർന്നതോടെ നാടുകൾ ഉണ്ടായി. ഈ നാടുകൾ ഭരിച്ചിരുന്നവരെ പിന്നെ നാടുവാഴികൾ എന്നറിയപ്പെട്ടു. അപ്പൊ പെരുമാക്കളുടെ ഭരണം അവിടെ കഴിയാണ്. ഇനി നാടുവാഴികളുടെ ഭരണമാണ് വരുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞത് 12ാം നൂറ്റാണ്ടോടെ എന്ത് സംഭവിക്കുകയാണ്? പെരുമാൾ ഭരണം അവസാനിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ എന്താണ് പെരുമാൾ ഭരണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12ാം നൂറ്റാണ്ടോടെ എന്താണ് പെരുമാൾ ഭരണം അവസാനിപ്പിച്ചു. അതോടുകൂടി എന്താണ് ഓരോ നാടിനും നാടുവാഴികളുടെ രീതിയിലാണ് ഭരണം വരുന്നത്. ഇപ്പൊ നാടുവാഴികള് അതത് നാടുകളിലെ സ്വന്തം നിലയ്ക്കാണ് ഇനി ഭരണം നടത്താൻ പോകുന്നത്. ഓക്കെ ആണല്ലോ.
ഈ നാടുവാഴികളുടെ കീഴിലുള്ള ഈ ഒരു ഭരിക്കാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ ഈ ഭരിക്കുന്ന ആ പ്രദേശത്തിനെയാണ് സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. ഈ നാടുവാഴികളുടെ കുടുംബത്തിനെയും സ്വരൂപം തന്നെയാണ് പറയാറുള്ളത്. കുടുംബത്തിലെ മൂത്ത അംഗമാണ് ഈ അധികാരം കൈയാളിയിരുന്നത്. അതായത് മെയിൻ ആയിട്ടുള്ളത് എന്താണ്, മൂത്ത അംഗമാണ്. ഇപ്പോ ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇതാണ്. വേണാട് ഭരിച്ചിരുന്നത് ആരാണ്? തൃപ്പാപ്പൂര് സ്വരൂപാണ്. കൊച്ചി ഭരിച്ചിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപാണ്. കോഴിക്കോട് ഭരിച്ചിരുന്നത് നെടിയിരുപ്പ് സ്വരൂപാണ്. ചിറക്കല് ഭരിച്ചിരുന്നത് കോല സ്വരൂപമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. വേണാട് ആരാണ്? തൃപ്പാപ്പൂര് സ്വരൂപാണ്. കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം. കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം. ചിറക്കല് കോല സ്വരൂപം. ഇതൊക്കെയായിരുന്നു പ്രധാന സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ. ഇതുവരെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഓരോ നാടിനും നാടുവാഴികളുണ്ട്. ഈ നാടുവാഴികൾ തമ്മിൽ പരസ്പരം കലഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക് കൂടുതൽ ഭരണ പ്രദേശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ മധ്യകാല കേരളത്തിലെ പുറം നാടുകളുമായുള്ള കച്ചവടവും പ്രാദേശിക കച്ചവടവും ഒക്കെ പുരോഗതി പ്രാപിച്ചു വരുന്നുണ്ട്. അപ്പൊ ആദ്യ കാലഘട്ടത്തില് പല പല കാര്യങ്ങൾ ഇവർ കൈമാറുന്നുണ്ട്. അതായത് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇവര് ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തുവാണ്, ഈ ബാർട്ടർ സിസ്റ്റം പോലത്തെ ഒരു രീതിയൊക്കെ ആയിരുന്നു. പിന്നീടാണ് നാണയങ്ങളൊക്കെ വരുന്നത്. നമ്മള് നേരത്തെ പറഞ്ഞപ്പോ അഞ്ചുവണ്ണം എന്ന് പറയുന്ന ഒരു കച്ചവട സംഘത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ അഞ്ചുവണ്ണം അതുപോലെ മണിഗ്രാമം ഇതൊക്കെ എന്താണ്, കച്ചവട സംഘങ്ങളാണ്. അന്ന് നിലവിലുണ്ടായിരുന്ന കച്ചവട സംഘങ്ങളാണ്. അപ്പൊ ഈ കച്ചവട സംഘങ്ങൾക്ക് ഈ പെരുമാക്കള് അന്നത്തെ ആ കാലഘട്ടത്തിലെ പെരുമാക്കൾ അനുവാദം കൊടുത്തതിന്റെ ആ ചെപ്പേടുകളൊക്കെയാണല്ലോ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നത്. C9 തൊട്ട് 13 വരെ നൂറ്റാണ്ടുകളിലെ കേരളത്തിൽ കച്ചവടം നടത്തിയവരായിരുന്നു ഈ അഞ്ചുവണ്ണം മണിഗ്രാമം എന്ന് പറയുന്ന കച്ചവട സംഘങ്ങൾ. ഇവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ വരുന്നത് കേരളത്തിന്റെ കടൽ തീര പട്ടണങ്ങളിലൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു. പിന്നീട് സമുദ്ര വാണിജ്യത്തിലൊക്കെ വലിയ പുരോഗതി വരികയാണ്. അപ്പൊ കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യവും വർദ്ധിച്ചു വരുന്നു. ഉൾനാടുകളിലെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കൃഷിയും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടികളിൽ കൊണ്ടുവന്ന് കൈമാറി തുടങ്ങി. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങാടികളിലെ വളർച്ച വരികയാണ്. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായിനി തുടങ്ങിയാണ് അന്നത്തെ പ്രധാന അങ്ങാടികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. കര വഴിയും കടൽ വഴിയും ഒക്കെ എന്തുണ്ട്, ഈ ഉൽപ്പന്നങ്ങൾ എത്തേണ്ടതുണ്ടായിരുന്നു. ഇനി നമുക്കറിയാനുള്ളത് അടുത്തത് മണിപ്രവാളത്തെ കുറിച്ചാണ്. മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് ഒരു ഭാഷാശൈലി രൂപം കൊണ്ടു. അതായത് നമുക്ക് ഇത്രേ മനസ്സിലാക്കാനുള്ളൂ. മണിപ്രവാളത്തിൽ എന്താ വരുന്നത്? സംസ്കൃതം വരുന്നുണ്ട്, മലയാളം വരുന്നുണ്ട്. അതാണ് മണിപ്രവാളം എന്ന് പറയുന്ന ഭാഷാശൈലി എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒരു കൃതിയാണ് ഈ ഉണ്ണുനീലി സന്ദേശം. അതിൽ കുറച്ച് വരികളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. മണിപ്രവാള കൃതിയായിട്ടുള്ളതാണ് ഉണ്ണുനീലി സന്ദേശം. മണിപ്രവാളത്തിൽ വരുന്നത് സംസ്കൃതവും മലയാളം ഭാഷകളാണെന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി 15-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെത്തിയ മാഹ്വാൻ എന്ന ചൈനീസ് സഞ്ചാരി കോഴിക്കോട് തുറമുഖത്തെ കുറിച്ചിട്ട് അവിടുത്തെ കച്ചവടത്തെ പറ്റി പറയുന്നതാണ്. ഇതിന്റെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. ഒരു കപ്പല് അവിടെ എത്തുമ്പോൾ രാജാവിന്റെ പ്രതിനിധി വന്നിട്ട് അതിലുള്ള സാധനങ്ങളിലൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും ഇതിനൊക്കെ അവരൊരു വില നിശ്ചയിക്കുകയും ചെയ്യും. എന്നിട്ട് അവിടെ വച്ചിട്ട് ഇവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതിജ്ഞ എടുപ്പിക്കുകയാണ്. എന്താണ്, ഈ പറയുന്ന വിലയ്ക്ക് മാത്രമേ ഈ വസ്തുക്കൾ വിൽക്കാൻ പാടുള്ളൂ. അതായത് ഈ ദല്ലാളന്മാർ ഉറപ്പിക്കുന്ന വിലക്കാണ് അന്ന് അവിടെ വസ്തുക്കൾ കൈമാറ്റം ചെയ്തിരുന്നത്. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ വാക്കുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന ഭാഷ, സാഹിത്യം, കല എന്നിവയെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓൾറെഡി മണിപ്രവാളത്തില് ഉണ്ടായിരുന്ന ഉണ്ണിനീലി സന്ദേശത്തിന്റെ കുറച്ച് വരികളൊക്കെ നമ്മൾ മുന്നേ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ മലയാളം എന്ന് പറയുന്ന ഭാഷ തമിഴിൽ നിന്ന് രൂപപ്പെട്ടതാണെന്നും അതുപോലെ സംസ്കൃത ഭാഷയ്ക്ക് ഇതിൽ വലിയ സ്വാധീനം ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മള് നേരത്തെ ജൂതച്ചെപ്പേടുകളെ കുറിച്ച് വായിച്ചപ്പോ വട്ടെഴുത്തായിരുന്നു ലിപി എന്ന് പറഞ്ഞു. പഴയ മലയാളത്തിലെ വരുന്ന ലിപികളായിരുന്നു വട്ടെഴുത്ത്, കോലെഴുത്ത് പോലെയുള്ളവ. എന്തായിരുന്നു? വട്ടെഴുത്ത്, കോലെഴുത്തൊക്കെ പഴയ മലയാളം എഴുതിയിരുന്നത് എന്തായിരുന്നു? ഈ രണ്ട് ലിപികളിലൊക്കെ ആയിരുന്നു. ഇനി അടുത്തത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛന്റെ രാമായണം, മഹാഭാരതം കിളിപ്പാട്ടുകള്, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളൊക്കെ മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിച്ചതാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതാണ്. മുഹീദ്ദീൻ മാല, അത് ആരെഴുതിയതാണ്? ഗ്വാസി മുഹമ്മദ് ആണ്. അദ്ദേഹം അറബി മലയാളത്തിൽ രചിച്ചതാണ് ഈ മുഹീദ്ദീൻ മാല. അതുപോലെ തന്നെ അർണോസ് പാതിരിയുടെയാണ് പുത്തൻ ബാന എന്ന് പറയുന്നത്. അർണോസ് പാതിരി രചിച്ച പുത്തൻ ബാന, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് കണക്ട് ചെയ്തിട്ട് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പുത്തൻ ബാന ആരാണ് എഴുതിയിട്ടുള്ളത്? അർണോസ് പാതിരിയാണ്. മുഹീദ്ദീൻ മാല ഗ്വാസി മുഹമ്മദ് ആണ്. അപ്പൊ ഈ പറയുന്ന കൃതികളൊക്കെ മലയാള ഭാഷയുടെ പുരോഗതിക്ക് സഹായകമായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഗ്വാസി മുഹമ്മദ് അറബി മലയാളത്തിലാണ് മുഹീദ്ദീൻ മാല രചിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു.
എന്താണ് ഈ അറബി മലയാളം? കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയായിരുന്നു ഈ അറബി മലയാളം എന്ന് പറയുന്നത്. ലിപി അറബി ലിപിയിൽ തന്നെയായിരുന്നു ഇത് അവർ എഴുതാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മധ്യകാല കേരളത്തിലെ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചെന്ന് പറയുമ്പോൾ കൂത്ത്, കൂടിയാട്ടം, കഥകളി അതൊക്കെ അത് കൂത്തമ്പലങ്ങളിലാണ് നടന്നുകൊണ്ടിരുന്നത്. അത് ക്ഷേത്ര കലകളാണ്. അതുകൂടാതെ കാവുകളിലെ മറ്റ് ആരാധനയിടങ്ങളിലും നടത്തപ്പെടുന്ന തെയ്യം, തിറ, കളംപാട്ട് അതൊക്കെ അനുഷ്ഠാന കലകളാണ്. അപ്പൊ ഈ അനുഷ്ഠാന കലകള് ക്ഷേത്ര കലകളെക്കാൾ കുറച്ചും കൂടെ ജനകീയമായിരുന്നു. അതുകൂടാതെയും ഒപ്പന, മാർഗംകളി, ചവിട്ട് നാടകം അതൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് മാത്രമേ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇനി വൈജ്ഞാനിക മേഖലയിലും മധ്യകാല കേരളത്തിലെ ഭയങ്കരമായ പുരോഗതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പെരുമാൾ കാലത്ത് നമ്മൾ ഓൾറെഡി പെരുമാൾ കാലത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ പെരുമാൾ കാലത്ത് പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായണൻ എന്ന് പറയുന്ന അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് എന്തെന്ന് പറയുന്നത് ശങ്കരനാരായണീയം. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ അഷ്ടാംഗ ഹൃദയം, ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയം, പിന്നെ മൂഷക വംശം, അതുപോലെ തന്നെ തുഹഫത്തുൽ മുജാഹിദീൻ ഇതൊക്കെ മധ്യകാലഘട്ടത്തില് വന്ന കൃതികളാണ്. ഇനി അക്കാലത്ത് വിദ്യാകേന്ദ്രങ്ങളെ ശാലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ്? മധ്യകാല കേരളത്തിലെ വിദ്യാകേന്ദ്രങ്ങളെ ശാലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ബുദ്ധകേന്ദ്രങ്ങളോട് ചേർന്ന് വിദ്യാലയങ്ങളെ പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. മുന്നത്തെ ഒരു PYQല് ഈ പള്ളികളെ കുറിച്ചിട്ട് ഒരു ചോദ്യം ഇങ്ങനെ പള്ളികൾ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള ഒരു കണക്ഷൻ ഫാക്ട് ആയിട്ട് മുന്നേ ഈ ഒരു വരികളിൽ നിന്ന് ഒരു PYQ വന്നിട്ടുണ്ടായിരുന്നു. ബുദ്ധകേന്ദ്രങ്ങളോട് ചേർന്ന് വിദ്യാലയങ്ങളെ പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. അതുപോലെ അക്കാലത്ത് വിദ്യാകേന്ദ്രങ്ങള് ശാലകളായിരുന്നു. അത് ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ളതായിരുന്നു. ബുദ്ധകേന്ദ്രങ്ങളോട് ചേർന്നുള്ള വിദ്യാലയങ്ങളെ പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ശാലകൾ ഏതൊക്കെയായിരുന്നു? എക്സാമ്പിള് കാന്തല്ലൂർ ശാല, വിഴിഞ്ഞം ശാല, പാർത്ഥിവശേഖരപുരം ശാലയൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശാലകൾക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.